ഇപ്പം നമ്മൾ പറയുന്ന അഭിമന്യു, ഷമ്മി, തിലകൻ എന്ന് പറയുമ്പോൾ ഈ തിലകൻ അല്ലെങ്കിൽ ഷമ്മി എന്നൊക്കെയുള്ള പേര് നമുക്ക് തരുന്ന ഒരു എന്താ പറയുന്നത്, അത്രയും ആൾക്കാർക്ക് ഇഷ്ടമുള്ള രണ്ട് താരങ്ങൾ. പിന്നെ നിങ്ങളുടെ വീട് നിറച്ച് താരങ്ങൾ, ഡബ്ബിങ്, അങ്ങനെ തുടങ്ങി സിനിമയുടെ എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരെന്ന് വരുമ്പോൾ നമുക്കതൊരു പേടിയും കൂടെ അല്ലേ? കാരണം തിലകൻ സാറ് ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഷമ്മി ചേട്ടൻ്റെ കഥാപാത്രങ്ങൾ, അപ്പോൾ അതിപ്പോഴും നമുക്കൊരു എന്താ പറയുന്നത്, ലെഗസി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്കൊരു പേടിയും കൂടെ അല്ലേ? എനിക്കത് ഭയങ്കര പേടിയായിരുന്നു. കാരണം എൻ്റെ അഭിനയം അച്ഛൻ്റെ അച്ഛൻ്റെ അഭിനയമായിട്ട് കമ്പയർ ചെയ്യുമെന്നോ, കാരണം അവരുടെ അടുത്ത് ഞാൻ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു നടക്കേട് തന്നെയാണ്. ഞാൻ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഓരോ ദിവസം ഇങ്ങനെ അടുക്കുന്നോറും ഡിസംബർ 20 ആവുന്നോറും എനിക്ക് പേടിയായിരുന്നു. അങ്ങനെ അവസാനം ഡിസംബർ 19 ആയപ്പോഴത്തേക്ക് ഞാൻ അന്ന് എറണാകുളത്താ. അന്ന് ഞാനൊരു 7:30-8 മണിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്തു, ഫസ്റ്റ് പടമാണ്, ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും, ഞാൻ ആ രീതിയിലേ കാണുകയുള്ളൂ, എൻ്റെ അഭിനയത്തിന് അച്ഛൻ്റെ അഭിനയമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്, ഇനി അവസരം കിട്ടി ഞാൻ ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചറിൽ ബെറ്റർ ആക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ നെപ്പോ കിഡ്സ് എന്നൊക്കെ പറയുമ്പോഴും ഈ കമ്പാരിസൺ എന്നും നമുക്കത് ഉണ്ടാവും അല്ലേ? നമ്മൾ എത്ര ചെയ്യരുതെന്ന് പറഞ്ഞാലും ആൾക്കാർ കാണുമ്പോൾ ഇപ്പം എല്ലാവരും പറയുന്ന ശബ്ദം, അപ്പൊ ഷമ്മി ചേട്ടന്റെ ശബ്ദം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും മാൻലി ആയിട്ടുള്ള ശബ്ദമാണ്. അതേപോലെ തന്നെ അല്ലെങ്കിൽ ഒരു പക്ഷെ അതിനേക്കാൾ വകയുള്ള നിങ്ങളുടെ ശബ്ദം ഭയങ്കര രസമാണ് കേൾക്കാൻ, തിയേറ്ററിലും അല്ലാതെയും. എനിക്ക് തോന്നുന്നു അതിനൊക്കെ തന്നെ പ്രത്യേക ആരാധകരുണ്ടെന്ന് തോന്നുന്നു ഇല്ലേ? ഇവിടെ എല്ലാരും ചിരിക്കുന്നു. അതേന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോരുത്തർ ഓഡിയോ അയക്കാറുണ്ട്, ഒരു ഹായ് മെസ്സേജ് അയക്കാറുണ്ട്, ഒരു ഹായ് പറയുന്ന ഒരു ഓഡിയോ ഇടാവും. ഒരുപാട് ഒരു കമന്റ് ചെയ്യാറുണ്ട്, അച്ഛൻ്റെ ഒക്കെ കമന്റ് ചെയ്യുന്നുണ്ട്, ചേട്ടാ ഒരു ഹായ് തരുമോ, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ എനിക്ക് കുറെ വന്നിട്ടുള്ള, ചേട്ടാ ഒരു ഹായ് പറഞ്ഞൊരു ഓഡിയോ അയക്കാവോ. ഇന്നലെ ഒരു പയ്യൻ എനിക്കൊരു മെസ്സേജ്, അവൻ്റെ ഒരു ഫ്രണ്ടിന് ബർത്ത്ഡേ വിഷ് ചെയ്യാവോ. ഞാൻ പറഞ്ഞു അവൻ്റെ അക്കൗണ്ടിങ് അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ അവൻ്റെ അക്കൗണ്ട് അയച്ചിട്ട് ഞാൻ അവന് മഹേഷ് അങ്ങനെ എന്തോ എൻ്റെ പേര്, ഹാപ്പി ബർത്ത്ഡേ മഹേഷ് എന്ന് പറഞ്ഞ് ഞാനൊരു ഓഡിയോ അയച്ചു കൊടുത്തു. എന്തോ റിപ്ലൈ അയച്ചിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ ഈ ഇന്റർവ്യൂ കഴിയുമ്പം ഇനി ബർത്ത്ഡേ വിഷ് ചെയ്യേണ്ടവരൊക്കെ ഇൻസ്റ്റഗ്രാമിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശബ്ദത്തിന്, കാരണം വളരെ കുറച്ച് നടന്മാർക്കൊക്കെയാണ് ഭയങ്കര ഗാംഭീര്യമുള്ള അല്ലെങ്കിൽ മാൻലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ശബ്ദമാണ്. അത് ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആണ് അഭി, ശരിക്കും അങ്ങനെ തോന്നിയിട്ടില്ലേ? ശബ്ദത്തിന് തന്നെ ആരാധകരുള്ള നടൻ അല്ലേ? അപ്പൊ ഈ ഭയങ്കര ശരിക്കും ഷൈ ആണോ? കുറച്ച് ഒന്ന് കംഫർട്ടബിൾ ആകാൻ കുറച്ച് സമയം എടുക്കും. അന്നപ്പോ ഞാൻ വിചാരിച്ചേ, ആദ്യം കണ്ടപ്പം ഫോണിൽ സംസാരിച്ചപ്പോൾ ഭയങ്കര ഒരു പാവമായിട്ട് തോന്നി, പക്ഷെ കയറി വന്നപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു ആടയാൻ തോന്നുന്നു. അങ്ങനെ പറയാറുണ്ടോ? ഉണ്ടായിരിക്കും, അറിയില്ല, കേൾക്കാരും പറയത്തില്ലല്ലോ. പക്ഷെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു കേട്ടോ. ഞാൻ എല്ലാവരും പറഞ്ഞു അയ്യോ പാവമാണെന്ന് തോന്നുന്നു, കാരണം നമ്മളിപ്പോൾ ഒരുപാട് പേരെ കാണുന്നുണ്ട്. ഫോണിൽ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി അയ്യോ ഭയങ്കര, പക്ഷെ കയറി വന്നപ്പോൾ ഒന്നാമത് ഭയങ്കര ലുക്കിലൊക്കെയാണ് കയറി വരുന്നത്, അതിൻ്റെ കൂട്ടത്തിൽ അധികം സംസാരിക്കുന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ജാടയായിരിക്കും എന്നുള്ളത് തന്നെ.